الله أكبر 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 إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ ഈ മസ്ജിദിൽ മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തക്ബീർ കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഈദുൽ അദ്ഹയുടെ ഇരു പെരുന്നാളുകളുടെ പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് വർദ്ധിച്ച തക്ബീർ. ഇതാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം നമ്മൾ തക്ബീർ കൊണ്ടാണ് ആരംഭിച്ചത്. തക്ബീറിലാണ് അതിൽ വർധനമുണ്ടായത്. ഈദിന്റെ ഖുതുബകൾ സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ അവർ തക്ബീർ കൊണ്ട് തുടങ്ങാറുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കേട്ടതുപോലെ സഹോദരങ്ങളെ, തക്ബീർ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും ചൂഴ്ന്നു നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പവും മഹത്വവും ഔന്നിത്യവും അവന്റെ തൗഹീദും മറ്റെന്തിനേക്കാളും പടർന്നു പന്തലിക്കുന്ന വളർന്നു വലുതാകുന്ന മഹത്തായ ഇസ്ലാമിന്റെ അടിത്തറയുടെ പാഠമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വഖബ്ബിർഹു തക്ബീറ, അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ വലുപ്പം, അവന്റെ ഔന്നിത്യം നിങ്ങൾ വാനോളം പുകഴ്ത്തുക. അതാണ് ഈദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അല്ല, ഒരു മുസ്ലിം അവന്റെ നിത്യജീവിതത്തിൽ എത്ര തവണയാണ് ഈ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉരുവിടുന്നത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ വഅജൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നിസ്കാരത്തിൽ അവർ വിളിക്കപ്പെടുന്നത് ഈ തക്ബീറിലൂടെയാണ്. 5 നേരവും മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലികളിലൂടെ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്നത്, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഈ തക്ബീറിനെ മുൻനിർത്തിയാകുന്നു. നിസ്കാരം നമ്മൾ ആരംഭിക്കുന്ന തക്ബീർ കൊണ്ടാണ്. നിസ്കാരത്തിലെ ഓരോ ചലനവും ഓരോ അടക്കവും റുക്നുകളിൽ നിന്ന് റുക്നുകളിലേക്കുള്ള സഞ്ചാരവും തക്ബീർ കൊണ്ടാണ്. നിത്യജീവിതത്തിൽ എത്ര തവണയാണ് ഈ അത്ഭുതകരമായ മന്ത്രധ്വനി നമ്മൾ ഉരുവിടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറയുന്നു. അറബികൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും അവന്റെ വലുപ്പവും അവന്റെ ഔന്നിത്യവും വാഴ്ത്തുന്ന ഇതിനേക്കാൾ അദ്ഭുതമായ, ഇതിനേക്കാൾ സാരസമ്പൂർണമായ, ഇതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു പദപ്രയോഗവും ഇല്ല തന്നെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ മിൻ കുല്ലി ഷൈഇൻ ഫീ ദാതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്തിത്വം കൊണ്ട് ഏറ്റവും വലിയവനാണ്. അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല.
അല്ലാഹു അക്ബർ മിൻ കുല്ലി ഷൈഇൻ ഫീ സിഫാതിഹി വഅസ്മാഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളിൽ ഏറ്റവും വലിയവനാണ്. അവന്റെ പരമോന്നതങ്ങളായ വിശേഷണങ്ങളിൽ അവൻ ഏറ്റവും വലിയവനാണ്. أكبر من كل سمع وبصر أكبر من كل سمع وبصره أكبر من كل بصر فسمعه أكبر من كل سمع وبصره أكبر من كل بصر. അല്ലാഹുവിന്റെ കേൾവി മറ്റാരുടെ കേൾവിയേക്കാളും വിസ്തൃതമാണ്, വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ച മറ്റാരെക്കാളും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അവൻ കാഴ്ചയിലും കേൾവിയിലും അറിവിലും പ്രതാപത്തിലും യുക്തിയിലും കാരുണ്യത്തിലും കഴിവിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റം വലിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പുകഴ്ത്തപ്പെടാൻ ഏറ്റവും അർഹനാണ്. അവനേക്കാൾ പുകഴ്ത്തപ്പെടേണ്ടവനായി, അവനേക്കാൾ വാഴ്ത്തപ്പെടേണ്ടവനായി, അവനേക്കാൾ വലുപ്പവും ഔന്നത്യവും വാനോളം അർഹിക്കുന്നവനായി മറ്റാരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലുപ്പത്തെ വാഴ്ത്താൻ, അവന്റെ മഹത്വത്തെ പുകഴ്ത്താൻ, അവന്റെ നാമങ്ങളെ പ്രകീർത്തിക്കാൻ ഈ സമുദ്രം മുഴുവൻ, അതിലേക്ക് 7 സമുദ്രങ്ങൾ കൂടി നിങ്ങൾ പരിപോഷിപ്പിക്കുക. അത് മഷിയാക്കിയാലും ഈ ഭൂലോകത്തെ വൃക്ഷങ്ങൾ മുഴുവൻ പേനയാക്കി ഉന്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ, അവന്റെ വലുപ്പത്തെ വാഴ്ത്താൻ വാചകങ്ങൾ തികയാതെ പോകും. അതുകൊണ്ട് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പുകഴ്ത്താൻ തിരഞ്ഞെടുത്ത വാചകം എത്ര മഹത്തരമാണ്, എത്ര പ്രസക്തമാണ്, എത്ര വ്യവസ്ഥാപിതമാണ്. ലാ ഉഹ്സീ സനാഅൻ അലൈഹി അൻത കമാ അസ്നൈത അലാ നഫ്സി. അല്ലാഹുവേ, നിന്നെ പുകഴ്ത്താൻ എനിക്ക് സാധിക്കുകയില്ല റബ്ബേ. നീ അർഹിക്കുന്ന പുകഴ്ചകൾ, നീ അർഹിക്കുന്ന ഔന്നത്യം, നിന്റെ മഹത്വത്തിന്റെ വലുപ്പം എന്റെ വാക്കുകൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല റബ്ബേ. കമാ അസ്നൈത അലാ നഫ്സി. അതുകൊണ്ട് നീ നിനക്കർഹിക്കുന്ന, നീ നിന്നെ പുകഴ്ത്തിയ എത്ര വാചകങ്ങളുണ്ടോ അത്രമേൽ നീ ഉന്നതനാണ്, അത്രമേൽ നീ മഹാനാണ്, അത്രമേൽ നീ വലിയവനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ വിശാലത ഒരാൾക്കും അർഹിക്കാൻ സാധിക്കാത്ത കാരുണ്യത്തിന്റെ ഉറവിടമാണവൻ, കാരുണ്യത്തിന്റെ കേദാരമാണവൻ. സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കുന്നവൻ. എന്തു തിന്മകൾ ചെയ്താലും ആദം സന്തതികളെ ഭൂമി മുഴുവൻ പാപക്കറകളുമായി അല്ലാഹു പങ്കുചേർക്കാതെ അവന്റെ തൗഹീദിനെ മത്തത്തിനേക്കാൾ ഉയർച്ചയിൽ വാഴ്ത്തി അവന്റെ വലുപ്പത്തിൽ അംഗീകരിച്ച് നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ഭൂമി മുഴുവൻ പാപമോചനവുമായി അവൻ നിങ്ങളെ കണ്ടുമുട്ടും. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. നിങ്ങളുടെ തൗബ കൊണ്ട് സന്തോഷിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗഫാറാണ്, അവൻ റഹീമാണ്, അവൻ തവ്വാബാണ്, അവൻ റഹ്മാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കാൾ മികച്ച കാരുണ്യം അർഹിക്കുന്നവരാരുണ്ട്? വല്ലാഹു അക്ബർ ഫീ ദിക്രിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയേക്കാൾ വാഴ്ത്തപ്പെടുന്ന സ്മരണ മറ്റേത് സ്മരണയാണുള്ളത്? നാം സൂചിപ്പിച്ചു, ഓരോ ദിവസവും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ എത്ര ഉയർച്ചയിലാണ്, എത്ര വലുപ്പത്തിലാണ്. വല്ലാഹു അക്ബർ ഫീ ഗദബി. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം അത് മറ്റാരെക്കാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ മറ്റാരുടെ ശിക്ഷയെക്കാളും വലുതാണ്. അല്ലാഹു കോപിച്ചാൽ അവനെ പോലെ കോപിക്കുന്ന മറ്റാരുമില്ല. അല്ലാഹു എല്ലാവരും ശിക്ഷിക്കാൻ, നമ്മുടെ തിന്മകളുടെ പേരിൽ നമ്മെ പിടികൂടാൻ തുനിഞ്ഞാൽ അതിനേക്കാൾ വലുതായി ശിക്ഷിക്കുന്ന മറ്റാരുമില്ല. അതിനെ തടയാൻ മറ്റൊരു വലിയവരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെ നാം ഭയക്കണം. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നാം പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഇങ്ങനെ തക്ബീർ ചെയ്യണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാവ് കൊണ്ടുള്ള തക്ബീർ മുസ്ലിമീങ്ങൾക്ക് പരിചയമാണ്. നാവ് കൊണ്ടുള്ള തക്ബീർ അത് വ്യത്യസ്ത സമയങ്ങളിൽ, നിശ്ചയിക്കപ്പെട്ട പ്രത്യേക വേളകളിൽ, സാഹചര്യങ്ങളിൽ, ദുൽഹിജ്ജയിൽ, അതുപോലെ തന്നെ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്താണ്. പക്ഷേ സദാ സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിനും അവന്റെ ഓരോ അടിമകൾക്കുമേൽ നിർബന്ധമാക്കിയ, അനിവാര്യമാക്കിയ മറ്റൊരു തക്ബീറുണ്ട്. അത് നാവിൽ പരിമിതപ്പെടുന്ന തക്ബീറല്ല. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ രൂഢമൂലമാകേണ്ടുന്ന, അടിയുറക്കേണ്ടുന്ന, വേരുറക്കേണ്ടുന്ന, മരണം വരെ ചാഞ്ചല്യമില്ലാതെ, ഇളകാതെ, ചായാതെ, ചെറിയാതെ ബലിഷ്ഠമാകേണ്ടുന്ന തക്ബീറാണത്. ഹൃദയത്തിൽ വളർന്നു പടർന്നു പന്തലിക്കേണ്ടുന്ന തക്ബീർ. കൽബ് കൊണ്ടുള്ള തക്ബീർ സാധിക്കാത്തവന് നാവ് കൊണ്ട് എത്ര തവണ അവൻ തക്ബീറിൽ വിട്ടാലും അവന്റെ തക്ബീർ കൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നതിന് മുമ്പ് കൽബിൽ നമ്മുടെ തക്ബീറുകൾ വാഴട്ടെ.
ഖൽബിൽ നമ്മുടെ തക്ബീറുകൾ വേരുറക്കട്ടെ, ഖൽബിൽ തക്ബീറിന്റെ ധ്വനികൾ വളർന്നു പന്തലിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ ഖൽബിൽ വളർത്താൻ നമുക്ക് ആദ്യം സാധിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഇബാദത്ത് അല്ലാഹു അല്ലാത്ത മറ്റാർക്കും അതിന് അർഹതയില്ല. പ്രാർത്ഥനകളാകട്ടെ, നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, സഹായത്തേട്ടങ്ങളാകട്ടെ, ഭയമാകട്ടെ, പ്രതീക്ഷയാകട്ടെ, ദുആആകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, ബലിയാകട്ടെ, ഇബാദത്തിന്റെ ഏതേത് അംശങ്ങളും അല്ലാഹുവിന് മാത്രമേ നൽകാൻ അർഹതയുള്ളൂ. അവനല്ലാതെ ന്യായമായും അതിനർഹതയുള്ളവർ മറ്റാരുമില്ല. ഒരു അമ്പിയാക്കളുമില്ല, ഒരു മുർസലീങ്ങളുമില്ല, ഒരു ഔലിയാക്കളുമില്ല, മലക്കുകളില്ല, ജിന്നില്ല, മൺകൂരകളില്ല, ഖബറുകളില്ല, കല്ലുകളില്ല, വിഗ്രഹങ്ങളില്ല, പുണ്യപുഷ്പങ്ങളില്ല, ശ്രീകോവിലുകളില്ല, സദർമണ്ഡപങ്ങളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അർഹതയുള്ള ഇബാദത്ത് അവന് മാത്രമേ വകവെച്ച് നൽകൂ എന്ന തൗഹീദിന്റെ തക്ബീറിന്റെ പാഠമാണ് ആദ്യം നമ്മുടെ ഖൽബിൽ വേരുറക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എന്തിനേക്കാളും എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. അല്ലാഹുവിനേക്കാൾ വലിയവനായി എന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയില്ല, എന്റെ മക്കളില്ല, എന്റെ മാതാപിതാക്കളില്ല, വേണ്ടപ്പെട്ടവരാരുമില്ല. അല്ലാഹുവിനേക്കാൾ വലിയവനായി മറ്റാരും എന്റെ ഖൽബിൽ വാഴുന്നില്ല. അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ. ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപ്പത്തെ നമ്മൾ വേരുറപ്പിക്കണം. എങ്കിൽ നിന്റെ നാവിൽ അല്ലാഹുവിനോടുള്ള തക്ബീർ അറിയാതെ കൊടുക്കും. നിന്റെ ശരീരത്തിൽ, നിന്റെ അവയവങ്ങളിൽ ആ തക്ബീറിന്റെ സാക്ഷാത്കാരം തൗഹീദായി വളർന്നു പടർന്നു പന്തലിക്കും. നിന്റെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നീ ജീവിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ബലില്ലാഹ ഫഅബ്ദ് വകുൻ മിനശ് ശാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നീ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ നന്ദിയുള്ള അടിമകളായി നീ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഈ വലുപ്പം ഹൃദയത്തിൽ അംഗീകരിക്കാത്തവരായിരുന്നു സാക്ഷാൽ മക്കയിലെ മുശ്രിക്കുകൾ. എക്കാലത്തെയും മുശ്രിക്കുകൾ, സത്യനിഷേധികൾ, കുഫാറുകൾ, ഫിർഔനും നമ്രൂദും ഹാമാനും ഖാറൂനും ആദ് സമൂഹവും സമൂദ് ഗോത്രവും അസ്ഹാബുൽ ഐഖത്തും അസ്ഹാബുൽ മദിയനും കാലകാലാന്തരങ്ങളിലൂടെ ഇസ്ലാമിനെതിരെ അബദ്ധസഞ്ചാരം നടത്തിയ സർവ്വനിഷേധികളും അല്ലാഹുവിന്റെ മഹത്വത്തെ ഖൽബിലാദ്യം അംഗീകരിക്കാത്തവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവരുടെ ഖൽബിൽ അല്ലാഹുവിന്റെ മഹത്വത്തെ വലുപ്പത്തെ അവർ ഉൾക്കൊണ്ടില്ല. ഇങ്ങനെയുള്ളവരായി മാറരുന്ന അല്ലാഹു പറഞ്ഞു വൽ അർദു ജമീഅൻ ഖബ്ബതുഹു യൗമൽ ഖിയാമ. ഭൂമി മുഴുവൻ ഖിയാമത്ത് നാളിൽ അവന്റെ ഒരു പിടുത്തത്തിൽ ഒതുങ്ങും. വസമാവാതു മത്വിയാതു ബിയമീനി. ഏഴാകാശങ്ങളും അവനവന്റെ വലതു കരങ്ങളിൽ ചുരുട്ട് പിടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ മഹോന്നതനാണ്. വലുപ്പം കൊണ്ടുപോലും അവൻ എത്രയോ ഉന്നതിയിലാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു ഇത്രയും മഹാനായ റബ്ബ് അവനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അവനെത്ര പരിശുദ്ധനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലിയവനായി ഒരാളും നമ്മുടെ ഖൽബിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ പാവന സ്മരണം ഈദുൽ അദ്ഹയിലൂടെ ഓരോ മുസ്ലിമും മയവിറക്കുന്നു. ബലിയിലൂടെ, തക്ബീറിലൂടെ, ഹജ്ജിലൂടെ ഓരോ മുസ്ലിമും ഇബ്രാഹിം മില്ലത്തിന്റെ പാരമ്പര്യം മുറുകെ പിടിക്കുന്നു. വത്തബിഅ മില്ലത ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റാൻ അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ദിക്റുകളിൽ ആ ദിക്ർ നമ്മെ ചൊല്ലിപ്പഠിപ്പിക്കുന്നു. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാമി വഅലാ കലിമത്തിൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പറയുന്നു, നമ്മൾ ഇടപെടുന്നു, നമ്മൾ സാക്ഷി വഹിക്കുന്നു, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് നമ്മുടെ പ്രഭാതവും പ്രദോഷവും. ഏതാണ് മില്ലത്ത്? ഏതാണ് മില്ലത്ത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് ഖാല റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം, നീ കീഴൊന്നുമില്ല, അല്ലാഹുവിനെ നീ കീഴ്പ്പെടുക. ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഞാൻ കീഴടങ്ങുന്നു.
അള്ളാഹു ഞാനിതാ വിധേയത്വം കാണിക്കുന്നു. ഇതാണ് ഇസ്ലാം. الإسلام الاستسلام لله بالتوحيد والانقياد له بالطاعة والبراءة من الشرك وأهله. ഇസ്ലാം എന്നാൽ തൗഹീദ് കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവന് മാത്രം കീഴൊതുങ്ങുക, അനുസരണം കൊണ്ട് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് അവന്റെ വിലക്കുകൾ അകറ്റി നിർത്തിക്കൊണ്ട് അവന് വിധേയത്വം കാണിക്കുക. ശിർക്കിൽ നിന്നും ബഹുദൈവാരാധനയിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും മുക്തി പ്രഖ്യാപിക്കുക, വിടുതൽ കൈക്കൊള്ളുക. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ നിർവചനമാണിത്. ഈ ഇസ്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. തക്ബീർ ഹൃദയത്തിൽ ഇങ്ങനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാൽ അള്ളാഹുവിന്റെ തക്ബീർ ഹൃദയത്തിൽ വാഴ്ത്തിയ ഒരാൾ അള്ളാഹുവിന്റെ കൽപ്പനകളെക്കാൾ മറ്റൊരാളുടെ വാക്കിനും വില കൽപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായി ആര് പറഞ്ഞാലും അള്ളാഹുവിന്റെ മഹത്വവും വലുപ്പവും ഹൃദയത്തിൽ അംഗീകരിച്ചവൻ ആ വാക്കുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനയോളം വില കൽപ്പിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാൻ ഒരു വഴിയുണ്ടാകുകയില്ല. ഏതു രംഗത്താകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന ആരാധനാ രംഗങ്ങളിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിലുടനീളം നിന്റെ വാക്കിലും പ്രവൃത്തിയിലും വസ്ത്രധാരണത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നീ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ഹൃദയം തൊട്ട് നീ മന്ത്രിച്ചവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ ലോകമൊട്ടുക്കും അതിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ശരി, അള്ളാഹു വിലക്കിയതാണോ അള്ളാഹുവിന്റെ മഹത്വം വലുപ്പവും മറ്റാരെക്കാളും നിന്റെ ഹൃദയത്തിൽ വാനോളം ഉയർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് എത്ര നിസ്സാരമെന്ന് സമൂഹം വിലയിരുത്തിയാലും നീ ഉപേക്ഷിക്കും. അള്ളാഹുവിന്റെ വലുപ്പം നീ ആത്മാർത്ഥമായി അവന്റെ തക്ബീർ നീ സത്യസന്ധമായി അംഗീകരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് നിന്നെ വിളിച്ചാൽ നീ അതിനുത്തരം ചെയ്യും. മറ്റെന്തിനേക്കാളും നിനക്ക് പ്രാധാന്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലായിരിക്കും. അക്ബറുല്ലാഹ് മിൻ ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദുനിയാവിന്റെ വ്യവഹാരങ്ങളെക്കാൾ നിനക്ക് വലിയവനാണ്. വഅക്ബർ മിൻ ഹവാ, നിന്റെ അഭീഷ്ടങ്ങളെക്കാൾ അവൻ നിനക്ക് വലിയവനാണ്. വഅക്ബർ മിൻ തിജാറതി, നിന്റെ കച്ചവടങ്ങളെക്കാൾ അല്ലാഹു നിനക്ക് വലിയവനാണ്. വഅക്ബർ മിൻ മുസ്റതി വഅക്ബർ മിൻ ഔലാദി വഅക്ബർ മിൻ ദിറാസതി അക്ബർ മിൻ റിയാദതി, നിന്റെ കായിക മാമാങ്കങ്ങളെക്കാൾ നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ നിന്റെ മക്കളെക്കാൾ നിന്റെ കുടുംബത്തെക്കാൾ അല്ലാഹു നിനക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നീ തക്ബീർ സാക്ഷാത്കരിക്കും. അങ്ങനെ നീ തക്ബീർ നാവുകൊണ്ട് ഉരുവിടുന്നവനാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയവനാണ് എന്ന് അംഗീകരിക്കുന്നവർ ഹൃദയത്തിലെ തക്ബീറിന്റെ വളർച്ചയും വികാസവും ഇങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയേ, എന്റെ നിസ്കാരം മാത്രമാണ്, വനുസുകി എന്റെ ഇബാദത്തുകൾ, എന്റെ ബലി എന്റെ അറിവ് അത് മാത്രമാണ്. ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും മാത്രം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ മതി. ബാക്കിയുള്ള രംഗങ്ങളിൽ അള്ളാഹു റസൂലോ അവന്റെ ദീനിന്റെ അധ്യാപനങ്ങളോ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത് നമുക്ക് തോന്നിയതുപോലെയാകാം. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനൊക്കെ കാലഘട്ടത്തിന്റെ ഗതിവിഗതികൾ തൊട്ട് പുരോഗമനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും അതുപോലെ തന്നെ ഭൗതികതയുടെയും അധ്യാപനങ്ങൾ തൊട്ട് ബാക്കിയുള്ള രംഗങ്ങളിൽ നമുക്ക് തോന്നിയതുപോലെയാകാം. അല്ല സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു അക്ബർ എന്ന് നീ സത്യസന്ധമായി അവന്റെ മഹത്വത്തെ നീ വെളിപ്പത്തെ നീ വാഴ്ത്തുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ തൊട്ടാണ് നീ അത് മന്ത്രിച്ചതെങ്കിൽ അല്ല നിന്റെ താല്പര്യം. അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി, നിന്റെ ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും ആരാധനകളും മാത്രമല്ല, വമമാതി വമഹ്യായ വമമാതി, നിന്റെ ജീവിതവും മരണവും തന്നെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടിയാണ്. നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ദുനിയാവിന് വേണ്ടി ജീവിച്ച് ദുനിയാവിന് വേണ്ടി നശിച്ചുടങ്ങേണ്ടവരല്ല നീ. സമ്പാദിക്കാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, ഭൗതികതയിൽ അഭിരമിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല നീ. നിന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ, അല്ലാഹുവിന്റെ തൃപ്തിയിൽ. വമമാതി, നിന്റെ മരണവും അല്ലാഹുവിന് വേണ്ടി. അവസാന ശ്വാസം, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ നിനക്ക് വിശ്രമമില്ല. അള്ളാഹുവിന്റെ മഹത്വവും വലുപ്പവും നിന്റെ ജീവിതത്തിൽ ഖൽബ് തൊട്ട് നാവിൽ തൊടുമ്പി പ്രവർത്തനങ്ങളിലൂടെ വാനോളം ഉയരണം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തെ അവന്റെ വലുപ്പത്തെ മറ്റെന്തിനേക്കാളും വലുപ്പമുള്ളതും മഹത്വമുള്ളതുമായി കരുതുന്ന ഒരു മുസ്ലിം, ഹൃദയത്തിൽ തക്ബീർ വളരുന്ന ഒരു മുസ്ലിം
അവൻ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവനായി, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി വെറുക്കുന്നവനായി. ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരലോകത്തെ അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, വെറുപ്പും സ്നേഹവും അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നരകം പേടിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരെ അവൻ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ അവൻ ഇഷ്ടപ്പെടുന്നു. സ്വന്തം ഇഷ്ടങ്ങൾ അതിനെതിരാണെങ്കിലും ശരി, അള്ളാഹു വെറുത്തതിനെ അവൻ വെറുക്കുന്നു, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളെ അവൻ വെറുക്കുന്നു. എന്റെ അഭീഷ്ടങ്ങൾക്ക്, എന്റെ താല്പര്യങ്ങൾക്ക് അതിനെതിരാണെങ്കിലും ശരി, അള്ളാഹുവിന് വെറുത്തത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും ശരി, അവൻ ഒഴിവാക്കുന്നു. അല്ലാഹു അക്ബർ എന്ന തക്ബീർ അംഗീകരിക്കുന്നവരുടെ ഹൃദയത്തിലെ പാഠമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ താല്പര്യങ്ങൾക്കൊത്ത്, അവന്റെ ഇഷ്ടങ്ങൾക്കൊത്ത്, അവന്റെ വെറുപ്പിനൊത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, വൈവാഹിക രംഗത്ത്, വസ്ത്രധാരണ രംഗത്ത്, അതുപോലെ തന്നെ നാട്ടാചാരങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെയും അവന്റെ താല്പര്യങ്ങളെയും പരിഗണിക്കുന്നവനായിരിക്കും അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത സംഗീതം അവൻ ഒഴിവാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെതിരായ ഒരുപാട് വൃത്തികേടുകൾ സംഗമിക്കുന്ന സിനിമ അവൻ ഒഴിവാക്കും. ഈദിന്റെ പേരിൽ പോലും ഈദ് നൈറ്റുകൾ, ഈദ് നിശകൾ അവൻ ഒഴിവാക്കും. ഡിജെ പാർട്ടിയും ആഭാസവും പേക്കൂത്തും അവൻ ഒഴിവാക്കും. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വസ്ത്രം ധരിക്കുന്ന വസ്ത്രധാരണത്തിലെ തുല്യത എന്ന് പറഞ്ഞ് പുരോഗമനത്തിന്റെ കച്ചകെട്ടിയ ആഭാസങ്ങളും പൈശാചികതയും അവൻ ഒഴിവാക്കും. പുരുഷനാണെങ്കിൽ ഇസ്ലാമിന്റെ സുന്നത്തനുസരിച്ച് അവൻ താഴ്വെക്കും, വസ്ത്രം നിര്യാണിക്ക് മുകളിൽ കയറ്റി കൊടുക്കും. സ്ത്രീയാണെങ്കിൽ അവരുടെ ശരീരം മുഴുവൻ മറയുന്ന ഹിജാബിന്റെ ജിൽബാബിന്റെ പവിത്രതയിൽ മഹിളാ രത്നങ്ങളായി അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അവർ മറ സ്വീകരിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഏതൊരു ഹറാമും അവന്റെ ജീവിതത്തിൽ അവൻ ഒഴിച്ചു നിർത്തും. കളവില്ല, വഞ്ചനയില്ല, ചതിയില്ല, പൂഴ്ത്തിവെപ്പില്ല, ഏഷണയില്ല, പരദൂഷണമില്ല, മോശവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഏതൊരു കാര്യവും, അത് പലിശയാകട്ടെ, വ്യഭിചാരമാകട്ടെ, മദ്യപാനമാകട്ടെ, ഏതൊരു തിന്മയും അതേറ്റവും ഗൗരവത്തിലുള്ള തിന്മയായി ഒരു മല തന്റെ മുകളിൽ ഇടിഞ്ഞു വീഴുന്ന രൂപത്തിൽ അവൻ ഭയാനകതയോട് അതിനെ വീക്ഷിക്കും. ഇതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മഹത്വത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ വലുപ്പത്തിന് വേണ്ടി ഹൃദയത്തിൽ തക്ബീർ വാഴ്ത്തുന്ന ഒരു മനുഷ്യന്റെ അടയാളം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവർ അള്ളാഹുൽ മാത്രം പ്രതീക്ഷയാക്കി. ഏത് പരീക്ഷണത്തിന്റെ തീച്ചൂളയിലും, ഏത് വിപൽഘട്ടങ്ങളിലും, ഏത് പ്രതിസന്ധികളിലും, യുദ്ധമുഖത്താണെങ്കിലും മിസൈലുകൾക്ക് നടുവിൽ, പൊളിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ, തന്റെ വേണ്ടപ്പെട്ടവരുടെ മൃതശരീരങ്ങൾക്കിടയിൽ നിസ്സഹായരായി ശത്രുക്കളുടെ മുമ്പിൽ ഒന്നും ഇല്ലാതെ നഷ്ടപ്പെട്ട് ശൂന്യരായി കഴിയേണ്ടി വന്ന അവസ്ഥയിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാത്രയാകും, അള്ളാഹുലേക്ക് മടക്കമുണ്ടാകും എന്ന ദൃഢബോധ്യമുള്ള പ്രതീക്ഷയുണ്ടല്ലോ, ഉറച്ച പ്രതീക്ഷ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്ക് ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, ബലമേൽപ്പിക്കാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്, അവൻ മാത്രം മതി എനിക്ക്. അലൈഹി അല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ മറ്റാരെതിരാണെങ്കിലും, സമൂഹവും ലോകമൊന്നടങ്കം തന്റെ ശത്രുപക്ഷത്താണെങ്കിലും അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹുവിന്റെ വലുപ്പം ഹൃദയത്തിൽ വാഴ്ത്തിയവന് അല്ലാഹു മാത്രം പോലെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കളുടെ ഭീതിമുഖത്ത് ആശ്വാസവാക്കായി നൽകിയ വാചകം പോലെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ടതില്ല, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന്റെ തക്ബീർ ഹൃദയത്തിൽ അംഗീകരിച്ചവർ എന്തു പ്രതിസന്ധികൾ, എന്തു പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ തങ്ങൾക്ക് പ്രതികൂലമായി ഉണ്ടായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയാകുന്നതാണ് അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം കാര്യങ്ങൾ വരവേൽപ്പിക്കുന്നവരായിരിക്കും അവർ. ഉത്കണ്ഠയും ആൻസൈറ്റിയും ഡിപ്രഷനും മാനസിക സംഘർഷങ്ങളും ആത്മഹത്യാമുനമ്പിൽ കൊണ്ടെത്തിക്കുന്ന യുവതലമുറയെ ദിനം പ്രതി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കും. മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ വരെ. സഹോദരങ്ങളെ, എന്താണ് പരിഹാരം? എങ്ങനെയാണ് ഉത്കണ്ഠയിൽ നിന്ന് രക്ഷപ്പെടുക? എങ്ങനെയാണ് ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടുക? എങ്ങനെയാണ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കാതെ രാത്രി സ്വസ്ഥപൂർണമായ സമാധാനപൂർണമായ നിദ്രയിലേക്ക് കണ്ടുപോകാൻ സാധിക്കുക? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ സ്മരണ മറ്റാരെക്കാളും എന്തിനേക്കാളും നീ നട്ടുപിടിപ്പിക്കൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന്റെ സമാധാനം കൈവരാൻ സാധിക്കുകയില്ല.
ഉത്കണ്ഠ ഇല്ലാതാകണോ? ഭാവിയെ കുറിച്ചുള്ള ആദി ഇല്ലാതാകണോ? നിന്റെ വിഷാദമില്ലാതാകണോ? നിനക്ക് ശുഭപ്രതീക്ഷ ഉണ്ടാകണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയൂ, അവന്റെ സ്മരണയിലേക്ക് മടങ്ങൂ. നീ സൗഭാഗ്യപൂർണമായ, സ്വസ്ഥപൂർണമായ, സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നവനായി, ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നവനായി നിനക്ക് നിന്നെ കണ്ടെത്താൻ സാധിക്കും. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കബീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തക്ബീർ നാവുകൊണ്ട് നമ്മൾ നാഴികക്ക് 40 വട്ടം ഉരുവിടുന്നതിനെ കാണുകയും ഹൃദയത്തിൽ ആ തക്ബീർ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നമ്മൾ ഓരോരുത്തരും ഈദിനെ മുൻനിർത്തി ചിന്തിക്കണം. ഈ തക്ബീറിന്റെ വാചകങ്ങൾ എത്ര തവണയാണ് നമ്മൾ നാവിലൂടുന്നത്? പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അതിന് യാതൊരു സ്വാധീനവുമില്ലെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഈ തക്ബീറിന്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ എന്താണ് ഈ തക്ബീർ കൊണ്ടുള്ള അർത്ഥം? എന്താണ് ഇതിന്റെ ആശയം? എന്താണ് ഇതിന്റെ ആത്മാവ്? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തിനേക്കാളും ആരെക്കാളും അള്ളാഹുവിന്റെ വലുപ്പം വാഴ്ത്താനും വളർത്താനും നട്ടുപിടിപ്പിക്കാനും വേരുറപ്പിക്കാനും ഈദ് നമുക്ക് കാരണമാകട്ടെ. അതിനായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. എങ്കിൽ നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്ന യഥാർത്ഥ മുസ്ലിമിന്റേതായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇതാണ് ഈദ് നമുക്ക് എല്ലാവരോടും ഉണർത്താനുള്ള ഒന്നാമത്തെ സന്ദേശം. അള്ളാഹുവിന്റെ തക്ബീർ നാവിൽ ഉയരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ വളരുക, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. ശരീരത്തിൽ അതിന്റെ സ്വാധീനമുണ്ടാകും, സംശയമില്ല. ജീവിതത്തിൽ അതിന്റെ അധ്യാപനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. സഹോദരങ്ങളെ, സ്ത്രീകളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബകളിലും സ്ത്രീകളോട് പ്രത്യേകം വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. അവരോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചില ഉപദേശങ്ങൾ കാഴ്ചവെക്കാറുണ്ടായിരുന്നു. കാരണം അവരാകുന്ന നരകത്തിൽ ഏറ്റവും അധികം അംഗത്വമുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറയുകയുണ്ടായി. സഹാബി വനിതകൾ ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു. എന്തുകൊണ്ടാണത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശകാതു ലിഅന്നകുന്ന തുകിർന ശകാത് വതകൂർന അശീർ. നിങ്ങൾ പരാതിയും അതുപോലെ തന്നെ ശാപവാക്കുകളും അധികരിപ്പിക്കുന്നവരാണ്. നിങ്ങൾക്ക് ചെയ്യപ്പെടുന്ന ഗുണങ്ങളും നന്മകളും നിഷേധിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് നിങ്ങൾ പരാതികളും ശാപവാക്കുകളും നന്ദികേടിന്റെ വർത്തമാനങ്ങളും അധികരിപ്പിക്കരുത്. നരകത്തിലേക്ക് നിങ്ങൾ മുറുകാക്കി തീർക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണിത്. സഹോദരിമാരെ, എന്താണ് അതിനുള്ള പോംവഴി? എന്താണെന്നുള്ള പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജഅൽന യതസദ്ദഖ്ന മിൻ ഹുലിയിഹിന്ന യൽഖീന ഫീ ഥൗബി ബിലാൽ മിൻ അഖറതിഹിന്ന വഖവാതിമിഹിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സ്ത്രീകൾ, സഹാബ വനിതകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. സ്ത്രീകൾ സ്വതക്ക അധികരിപ്പിക്കുക. അവർ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള തിന്മകളിൽ നിന്ന് അവർക്കത് പ്രായശ്ചിത്തമാകും. പ്രത്യേകിച്ച് ഈദിന്റെ സുദിനത്തിൽ പ്രത്യേകം സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീകളെ, നിങ്ങളാണ് ഭാവി തലമുറയെ, കുട്ടികളെ, അടുത്ത ജനറേഷനെ വാർത്തെടുക്കുന്നു. നിങ്ങളുടെ മടിത്തട്ടാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറവാകുന്ന ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഇസ്ലാമികമായി നിങ്ങൾ വളർത്തുക. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ ന്യൂജൻ കുട്ടികൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ, പെൺമക്കൾ, അവരെ ലക്ഷ്യമുള്ളവരായി വളർത്തുക. ആധുനിക തലമുറക്ക് ഏറ്റവും കൈമോശം എന്ന ഇസ്ലാമിന്റെ മഹത്തായ മൂല്യമാണ് അൽ ഹയാഉ മിൻ ശുഅബത്തിൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ശാഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലജ്ജയില്ലെങ്കിൽ, ലജ്ജ എന്ന വികാരമില്ലെങ്കിൽ, ലജ്ജ എന്ന മൂല്യമില്ലെങ്കിൽ എന്ത് തോന്നിവാസവും ആർക്കും എവിടെയും പ്രവർത്തിക്കാവുന്ന അവസ്ഥയിലേക്ക് കാലഘട്ടം കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, മക്കളെ ലജ്ജയുള്ളവരായി വളർത്തുക. പെൺകുട്ടികളെ പെൺകുട്ടികളായി വളർത്തുക. ആൺകുട്ടികളെ ആൺകുട്ടികളായി വളർത്തുക. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പടച്ച, ആണിനെയും പെണ്ണിനെയും പടച്ച റബ്ബ് പറയുന്നു, വലൈസ ദക്കറു വൽ ഉൻസ. സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെയല്ല, പുരുഷൻ സ്ത്രീയെ പോലുമല്ല. സ്ത്രീ സ്ത്രീയായി വളരണം, പുരുഷൻ പുരുഷനായി വളരണം. സ്ത്രീകളെ എങ്ങനെ വളർത്തണം, പെൺമക്കളെ എങ്ങനെ വളർത്തണം, ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങളുണ്ട്. പഠിക്കുങ്ങൾ. ആൺകുട്ടികളെ എങ്ങനെ വളർത്തണം, ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് മാതൃകകളായി മാറണം. ഉമ്മമാരുടെ മടിത്തട്ടുകൾ, ഉമ്മമാർ പെൺകുട്ടികളുടെ മാതൃകാ വനിതകളാകണം. സോഷ്യൽ മീഡിയയിൽ
തങ്ങളുടെ സൗന്ദര്യം ആഭാസമായി അടിഞ്ഞാടുന്ന വൃത്തികെട്ട സിനിമാ നടികളെ പോലെ, യൂട്യൂബേഴ്സിനെ പോലെ, ബ്ലോഗേഴ്സിനെ പോലെ, അഭിസാരികന്മാരെ പോലെ നിങ്ങളാകരുത്. അതിനുവേണ്ടി നിങ്ങൾ സമയം കൊല്ലരുത്. നിങ്ങളുടെ മക്കളെ ഫാത്തിമ ബീവിയെ പോലെ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ, ഖദീജ ബിൻത് ഖുവൈലിദിനെ പോലെ, റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ പോലെ മാതൃകാ വനിതകളായി പെൺമക്കളെ വളർത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണാത്ത സ്ത്രീകളാണ്. അന്യപുരുഷന്മാരെ കാണാത്ത പെൺമക്കളായി നമ്മുടെ പെൺമക്കളെ വളർത്തുവിൻ. നമ്മൾ വളരുവിൻ. പുരുഷന്മാരെ, രക്ഷിതാക്കളെ, പിതാക്കളെ, നമ്മുടെ ആൺമക്കൾക്ക് നമ്മൾ റോൾ മോഡലാകുവിൻ. എങ്ങനെ റോൾ മോഡലാകുക? നമ്മൾ ഡ്രസ് എടുക്കുന്ന പോലെ അവരെ ഡ്രസ് എടുപ്പിക്കാൻ, നമ്മുടെ ഹെയർ സ്റ്റൈൽ പോലെ ഹെയർ സ്റ്റൈൽ ആകാൻ, നമ്മുടെ ആകാര സൗഖ്യവും പോലെ, നമ്മുടെ ശരീരത്തിന്റെ പ്രത്യക്ഷ രൂപവും പോലും അതുപോലെ ആകാനല്ല, മറിച്ച് ഇസ്ലാമികമായി സത്യസന്ധനായ വാപ്പ, തമാശക്ക് പോലും ചിരിപ്പിക്കാൻ പോലും കളവ് പറയാത്ത വാപ്പ, 5 നേരവും കൃത്യമായി ശരയ്യായ കാരണങ്ങളില്ലെങ്കിൽ നിസ്കരിക്കാൻ മസ്ജിദിൽ ഓടിയെത്തുന്ന വാപ്പ, 10 നോമ്പുകൾക്കപ്പുറത്ത് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന വാപ്പ, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും അള്ളാഹുവിനെയും റസൂലിനെയും ആദ്യം കേട്ട മുൻഗാമികളായ സ്വഹാബത്തിന്റെയും സലഫുകളുടെയും വീരഗാഥകളായി വരക്കുന്ന വാപ്പ, രാഷ്ട്രീയക്കാരെയോ ഭൗതികന്മാരെയോ കളിക്കാരെയോ സിനിമ സെലിബ്രിറ്റികളെയോ കുറിച്ച് വാനോളം ഉയർത്തുന്ന ചെറുപ്പത്തിലെ കുട്ടികളുടെ ഹൃദയത്തിൽ അവരോടുള്ള ഇഷ്ടവും അനുകരണവും വിട്ടുകൊടുക്കുന്ന, അതിനായി സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും നവമാധ്യമങ്ങളും തുറന്നു കൊടുക്കുന്ന വാപ്പയല്ല. മുസ്ലിമീങ്ങൾക്ക് മാതൃകാ യോഗ്യരായ വാപ്പമാർ ആൺകുട്ടികളുടെ മുമ്പിൽ നടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് അവർ വസ്ത്രം കൊടുക്കട്ടെ, അങ്ങനെ മക്കളെ പഠിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് അവർ മുടി മുറിക്കട്ടെ, അങ്ങനെ മക്കളെ മുടി മുറിക്കട്ടെ, അങ്ങനെ അവർ ഉടുപ്പിക്കട്ടെ. തിന്നുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, മസ്ജിദിലേക്ക് വരുമ്പോൾ, മുതിർന്നവരുടെ മുമ്പിൽ ചെറിയവരോട്, വലിയവരോട്, സ്ത്രീകളോട്, പുരുഷന്മാരോട് മക്കൾക്ക് മര്യാദ പഠിപ്പിക്കുന്ന, ദീനിന്റെ അതവ് പഠിപ്പിക്കുന്ന, അതിനേക്കാൾ ഫലവത്തായ മൂല്യവത്തായ സമ്മാനം ഒരു വാപ്പാക്കും മകനും നൽകാൻ സാധിക്കുകയില്ല. ദീനിന്റെ അതവിനേക്കാൾ ഇങ്ങനെയുള്ള പിതാക്കളായി മാറുക നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈദ് അല്ലാഹുവിന്റെ തക്ബീർ ആവർത്തിച്ചിരുവിടുന്ന ഈദിന്റെ വേള, അതിൽ നിന്ന് മുസല്ലയിൽ നിന്ന് ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ തക്ബീറിന് പുല്ലുവില കൽപ്പിക്കുന്ന ധിക്കാരവും തോന്നിവാസവും നന്ദികേടുമാണ് നമ്മുടെ ഈദിന്റെ ആഘോഷമെങ്കിൽ എന്തു വിലയാണ് നാവുകൊണ്ട് നാം നാടികൾക്ക് 40 വട്ടം ഒരുവിട്ട തക്ബീറിനെ നാം കൽപ്പിച്ചത്. എന്തു സ്ഥാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നാവുകൊണ്ട് ഒരുവിടുന്ന തക്ബീർ നാം കൽപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളായി മുസ്ലിമിന്റെ പേര് വെച്ച് നാം അഴിഞ്ഞാടരുത്, ഉറഞ്ഞു തുള്ളരുത്, ആകാശം അനുവദിച്ചു കൊടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ ബദ്ധശ്രദ്ധരാകണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സ്ത്രീകളോട് ഒരു ഹദീസ് കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് നൽകിയ സമാശ്വാസത്തിന്റെ, അവർക്ക് നൽകിയ സ്വർഗത്തിന്റെ വാഗ്ദാനങ്ങളുടെ കുളിർമയേകുന്ന മഹത്തായ വാക്ക്. 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സഹോദരിമാരെ. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ കൃത്യമായി അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക. വസാവത് ശഹറഹ, റമദാനിൽ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയ നോമ്പ് കൃത്യമായി നിങ്ങൾ അനുഷ്ഠിക്കുക. നഷ്ടപ്പെട്ടെങ്കിൽ അത് ഉടനടി ഖളാ വീട്ടുക. വഹഫിദത് ഫർജഹ, നിങ്ങളുടെ ചാരിത്രം, നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി, നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം പോലും കാമക്കണ്ണുകൾക്ക് തുറന്നിടാൻ അനുവദിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ പ്രത്യക്ഷവും പരോക്ഷവുമായ ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന കണ്ണുകൊണ്ട് പോലും നിങ്ങളുടെ ശരീരത്തെ വ്യഭിചരിക്കാൻ ഒരു കാമക്കണ്ണിനും അനുവദിക്കാതെ നിങ്ങൾ ഇസ്ലാമിന്റെ സുരക്ഷിതത്വത്തിന്റെ ഹിജാബിൽ നിങ്ങൾ നിങ്ങളെ പരിരക്ഷിക്കുക. അല്ലാഹുവിനെ അനുസരിക്കാൻ കൽപ്പിക്കുന്ന, റബ്ബിനെ പേടിക്കുന്ന ഭർത്താവ്, അവനെ നിങ്ങൾ അനുസരിക്കുക. അല്ലാഹുവിനെ ധിക്കരിക്കാൻ പറയുന്ന ഭർത്താവിനെ അനുസരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല. നിങ്ങളുടെ സൗന്ദര്യം അന്യ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറയുന്ന ഭർത്താവിനെ അനുസരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയവനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുവാദമില്ല. ലാ തഅത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ റബ്ബാണ് ഏറ്റവും വലിയവനെന്ന് അംഗീകരിക്കുന്ന മുസ്ലിമേ, ആ റബ്ബിനെ ധിക്കരിക്കാൻ ഒരു പടപ്പിനും ഖാലിഖായ റബ്ബിനെ ധിക്കരിക്കുന്നതിന് അനുസരണമില്ല. ഇസ്ലാമിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി നിങ്ങൾ പാലിക്കുക. ഭർത്താവിന് അല്ലാഹുവിനൊത്ത് നിങ്ങൾ അനുസരിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനക്കൊത്ത് നിങ്ങൾ അനുസരിക്കുക. എങ്കിൽ അവളോട് നാളെ ഖിയാമത്ത് നാളിൽ പറയപ്പെടും, അല്ലയോ സ്ത്രീകളെ,
നിങ്ങൾക്ക് സ്വർഗത്തെ പുൽകാം എന്ന് നിങ്ങളോട് പറയപ്പെടും. ആകാശ ലോകത്ത് ഖിയാമത്ത് നാളിൽ സ്വർഗം നിങ്ങൾക്ക് ഒരുക്കി വെക്കപ്പെട്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സ്ത്രീകളാക്കി പെൺമക്കളാക്കി നമ്മുടെ പെൺമക്കളെയും ഭാര്യമാരെയും സഹോദരിമാരെയും മാറ്റുമാറാക്കി. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉദ്ഹിയ്യത്ത് ഈദുൽ അദ്ഹയുടെ ഏറ്റവും മഹത്തായ പ്രത്യേകതകൾപ്പെട്ടതാണ്. ദുൽഹിജ്ജ 10 ഈദുൽ അദ്ഹ ദിവസം യൗമുൻ നഹർ, ബലിയുടെ ദിവസം എന്നാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായി അതിന് സഹകരിച്ചിട്ടുണ്ടാകാം. അതിന് സാധിക്കാത്തവർ ശാരീരികമായി അല്ലാഹുവിന്റെ ദീനിന്റെ പ്രത്യക്ഷമായ ചിന്തകളിലൊന്നാണ് ബലി എന്നുള്ളത്. അതിൽ പങ്കാളികളാകുക. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഖുതുബയിൽ ഉദ്ഹിയ്യത്തിന്റെ ബലിമൃഗത്തെ അറുക്കുമ്പോൾ കൂട്ടമായി എല്ലാവരും ഒരുമിച്ച് തക്ബീർ ചൊല്ലുന്നത് സുന്നത്തിനെതിരാണ്. അറുക്കുന്ന ആൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് കത്തിവെച്ച് തക്ബീർ ചൊല്ലുക. അതിനു മുമ്പും ശേഷവും ആർക്കും എത്രയും ഉച്ചത്തിലും അതുപോലെ തന്നെ എണ്ണത്തിലും കണക്കില്ലാതെ തക്ബീറുകൾ അധികരിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ അതാണ് ഈദിന്റെയും പെരുന്നാളിന്റെയും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുടനീളവും എല്ലാവർക്കും സ്വന്തം ജീവിതത്തിലും ആലോകർക്കും നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സമാധാനത്തിന്റെ ഈദായി ഈ ഈദിനെ മാറ്റുമാറാകട്ടെ. ഈദ് നമ്മുടെ ആഘോഷമാണ്. അല്ലാഹു നമുക്ക് ദീൻ നിശ്ചയിച്ച രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണിന്ന് ഈദുൽ അദ്ഹ. നമ്മൾ സന്തോഷിക്കുക, ഇസ്ലാമികമായി സന്തോഷിക്കുക. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ വരെ ഈദിന്റെ ആഘോഷങ്ങൾ നമുക്കുണ്ട്. അയ്യാമുൽ അക്ലി വശുർബ്, തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങൾ എന്നാണ് ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖ് വരെയുള്ള ദിവസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. പക്ഷേ ഇന്നും കുടിച്ചും സുഖിച്ചും രമിച്ചും ആസ്വദിച്ചും അതിരമിച്ചും നമ്മൾ ഈ ഈദിനെ നിഷ്ഠിതമാക്കരുത്, അല്ലെങ്കിൽ പരിമിതമാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറഞ്ഞു, വദിക്രില്ല, തിന്നുന്നു, കുടിക്കുന്നു, ആഘോഷിക്കുന്നു, ഒപ്പം അല്ലാഹുവിനെ സ്മരിക്കുന്നു, ഒപ്പം അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു. അതാണ് നമ്മുടെ ആഘോഷം, അതാണ് മുസ്ലിമിന്റെ ഈദ്. അതുകൊണ്ട് സന്തോഷിക്കുക, അല്ലാഹുവിന്റെ ദീനിനൊത്ത് ആഘോഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഫിലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഘോഷവേളകളിൽ അവർക്ക് വേണ്ടി ദുആയുടെ അംശം നമ്മൾ പകുത്തു നൽകാൻ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മുസ്ലിമീങ്ങൾക്കും, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള പ്രയാസം അനുഭവിക്കുന്ന സകല മുസ്ലിമീങ്ങൾക്കും അവരുടെ പ്രയാസത്തിൽ നിന്ന് സമാധാനം നൽകുമാറാകട്ടെ. സന്തോഷത്തോടെ ഈദ് ആഘോഷിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. اللهم اعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين. تقبل الله منا ومنكم. عيدكم مبارك.